രക്ഷിക്കാൻ അവൾക്കൊപ്പം ഞാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എവിടെ നിന്നും രക്ഷിക്കാൻ ഞാൻ പ്രാപ്തനാണ്. നിനക്കെന്റെ വാക്കുകൾ വിശ്വസിക്കാം. ഗംഗയെ ആപത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇതെന്റെ കറുപ്പനാണേ സത്യം. അമ്മയെ പൂർണ്ണമായും വിശ്വസിച്ച് ഞാൻ മടങ്ങിപ്പോവുക. എന്നെ ഗംഗയെ രക്ഷിക്കണം അമ്മേ. ഞാൻ ഇറങ്ങുക. നന്ദിനിയെ പറ്റി ഇനി പറഞ്ഞു കഴിഞ്ഞ ഗംഗ ആത്മഹത്യ ചെയ്യുമെന്നിങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഗംഗ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല ഭൈരവി. ഗംഗ അങ്ങനെ പറഞ്ഞെന്നല്ലേ അരുൺ ഇപ്പൊ പറഞ്ഞത്? ആ വാക്കുകൾ ഗംഗയുടേതല്ല. എന്തൊക്കെയാ അമ്മയെ പറയുന്നത്? മാധവി രൂപമാറ്റ വിദ്യ ഉപയോഗിച്ച് ഗംഗയുടെ രൂപത്തിൽ ചെന്ന് അരുണിനോട് സംസാരിച്ചതാണ്. അരുണത് ഗംഗയാണെന്ന് തെറ്റിദ്ധരിച്ച് മാധവിയോട് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുക. നന്ദിനിയും ഗംഗയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അരുൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നത് മാധവി അപ്പൊ മനസ്സിലാക്കിയിരിക്കുക. ഇനി അരുണിനെ അവള് വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ട്. അരുണിന്റെ ജീവന് തന്നെ ആപത്താണമ്മേ. ഇതുവരെ ഗംഗയ്ക്ക് മാത്രമായിരുന്നു പ്രശ്നങ്ങൾ. ഇപ്പോൾ അരുണും ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇനി അരുണിനെയും എന്റെ കറുപ്പൻ സ്വാമി തന്നെ സംരക്ഷിക്കേണ്ടതാണ്. നന്ദിനി ഗംഗയുടെ കൂടപ്പുറപ്പാണെന്നുള്ള കാര്യം ഗംഗയോട് എത്ര പറഞ്ഞിട്ട് അവളും മനസ്സിലാക്കാത്ത എന്താ? എങ്ങനെ ഇപ്പൊ അവളൊന്ന് വിശ്വസിപ്പിക്കുക? ഗംഗയും നന്ദിനിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാ കരുതിയ. എന്നാ ഇപ്പൊ രണ്ടുപേരും ഒരു വയറ്റിൽ ജനിച്ചവരാണെന്ന് മനസ്സിലായി. എനിക്കൊരാപത്തുണ്ടായ നീ ഉടനെ വന്നെന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഗംഗ ആപത്തിലാണ് ജാനകി. അവളെയും അവളുടെ കുടുംബത്തിനെയും നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ആ നാഗനന്ദിന്റെയും മാധവിയുടെയും കൂടെ ചേർന്ന് നന്ദിനി ഇല്ലാതാക്കാനുള്ള വാശിയിലാണവൾ. ഗംഗയും നന്ദിനിയും തമ്മിലുള്ള ബന്ധം ഞാൻ അവളോട് പറഞ്ഞിട്ട് അവളത് വിശ്വസിക്കുന്നില്ല. നീയെങ്കിലും അവളോടത് പറഞ്ഞു കൊടുത്ത് അവളുടെ മനസ്സൊന്ന് മാറ്റാൻ ശ്രമിക്കും ജാനകി. ജാനകി, നീ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ പറയുന്നൊക്കെ നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ പ്രശ്നം തീർക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നീ സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുക. നന്ദിനിയോട് പ്രതികാരം ചെയ്യാനുള്ള വാശി കളയാൻ ഞാൻ ഇതിനു മുൻപേ ഗംഗയോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഏട്ടാ. പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നില്ല. ഇപ്പോ ഗംഗയും നന്ദിനിയും തമ്മിലുള്ള ബന്ധം കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ഈ കാര്യങ്ങളൊക്കെ അവളെ വിശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാം.
മോളുടെ മുഖത്ത് നോക്കിയത് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അച്ഛനിത് ഡയറിയിൽ കുറിക്കുന്നത്. ഇതിൽ എഴുതാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മോളെ എന്തെങ്കിലും അറിയിക്കണമെന്ന് തന്നെയാ ഞാൻ കരുതിയിരുന്നത്. എന്തെങ്കിലും മോൾ ഇത് കാണാൻ ഇടയാകുമെന്ന വിശ്വാസം അച്ഛനുണ്ട്. മോളെ, അച്ഛൻ്റെ വാക്കുകൾ ഇന്നുവരെ മോള് തള്ളിക്കളഞ്ഞിട്ടില്ല, അച്ഛനെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടില്ല. ഒരുപാട് വർഷങ്ങളായി എൻ്റെ മനസ്സിലൊരു ഭാരം ഞാൻ കൊണ്ടു നടപ്പുണ്ട്. പലപ്പോഴും നിന്നെ അത് അറിയിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മോൾക്ക് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലോ ചെയ്തു പോയത് തെറ്റാണോ എന്നുള്ള ഭയം കൊണ്ടോ എന്തോ അതെനിക്ക് പറയാനായില്ല. നിന്റെ ഉയർച്ചകൾ കണ്ട് ഈ അച്ഛൻ ഒരുപാട് സന്തോഷിച്ചെങ്കിലും മനസ്സിന്റെ ഏതൊരു കോണിൽ എന്നെ കുറ്റബോധം വേട്ടയാടുന്നുണ്ടായിരുന്നു. മോളെ, ഈ ലോകം മുഴുവൻ നീ എൻ്റെ മകളാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ സത്യം അതല്ല. നീ എനിക്ക് ജനിച്ച മകളല്ല ഗംഗേ, ഞാൻ നിന്റെ വളർത്തച്ഛൻ മാത്രമാണ്. 26 വർഷം മുൻപ് എന്റെ കുലദൈവമായ നെരിഞ്ചിക്കുടി കറുപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ആരോരുമില്ലാതെ കിടന്ന നിന്നെ ഞാൻ ദത്തെടുത്തു കൊണ്ടുവരികയായിരുന്നു. വളർത്തച്ഛനാണെങ്കിലും ഞാൻ എൻ്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചു എന്ന് തന്നെ എൻ്റെ വിശ്വാസം. എൻ്റെ മോള് കരയരുത്, അത് ഈ അച്ഛന് സഹിക്കാനാവില്ല. ഇത്രയൊക്കെ നിന്റെ മുഖത്ത് നോക്കി പറയാനാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഭീരുവായ നിന്റെ അച്ഛൻ ഇങ്ങനൊരു കുറിപ്പ് എഴുതുന്നത്. എന്നെ നീ വെറുക്കരുത് മോളെ. കണ്ണീരോടെ മണികണ്ഠൻ. ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് ഗംഗ വായിക്കണം. അപ്പം മാത്രമേ നന്ദിനിയോട് പ്രതികാരം ചെയ്യണമെന്നുള്ള അവളുടെ വാശി കളഞ്ഞ് അരുണേട്ടനൊപ്പം ജീവിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നൂ. നീ എന്തായാലും ഈ പെട്ടിയിലിരിക്കുന്ന ഡയറി എടുത്ത് വായിക്കണം ഗംഗെ. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നീ മണികണ്ഠൻ അങ്ങളുടെ മോളല്ല എന്നുള്ളതും അദ്ദേഹം നിന്നെ നെരിഞ്ചിക്കുടി കറുപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദത്തെടുത്താണെന്ന് നിനക്ക് മനസ്സിലാവും. അതറിഞ്ഞു കഴിയുമ്പോൾ അരുണേട്ടൻ പറഞ്ഞതിനെ പറ്റി നീ ചിന്തിക്കും. നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം ജനിക്കുമ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ നീ മനസ്സിലാക്കും. നിന്റെ ഉള്ളിലുള്ള പ്രതികാരത്തിന്റെ വാശിയും കെട്ടടങ്ങിക്കോളും. ഈ പെട്ടി എങ്ങനെ ഇവിടെ വന്നത്? അച്ഛന്റെ പെട്ടിയല്ലേ? അച്ഛന് ഡയറി എഴുതുന്ന പതിവുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇതിലൊന്നും എഴുതിയിട്ടില്ല. നീ എന്റെ കൂടെയാണെന്ന് കരുതിയ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. എന്നിട്ട് നീ ഇപ്പൊ നന്ദിനിയെ സഹായിക്കാൻ തുടങ്ങിയിരിക്ക. നിന്നെ ഞാനൊന്ന് വെറുതെ വിട്ടതാണ് അത് വിഷമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിഷമം കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ വെറുതെ വിട്. ഞാൻ എല്ലാം അറിയും. നീ ഔട്ട് ഹൗസിലിരുന്ന ആ ഡയറി എടുത്തിട്ട് ഗംഗയെ കാണാൻ പോകുന്ന വഴിക്ക് തന്നെ നിന്നെ ഞാൻ കണ്ടതാ. ആ ഡയറിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പരിശോധിച്ചപ്പോഴാ ആ മണികണ്ഠൻ ഗംഗയെ നെരിഞ്ചിക്കുടി കറുപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ അത്ര വിഡ്ഢിയാണെന്ന് കരുതിയോ നീ? അതുകൊണ്ട് തന്നെയാ മറ്റാരെ അറിയിക്കാതെ അതിൽ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ മാന്ത്രിക ശക്തിയാൽ മായ്ച്ചു കളഞ്ഞത്. ഞങ്ങൾ ആ നന്ദിനെ ഉന്മൂലനം ചെയ്യാൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ നീ അതിനിടയില് ഗംഗയോടുള്ള സത്യമെല്ലാം വെളിപ്പെടുത്തി അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക. ഗംഗ മണികണ്ഠന്റെ മകളല്ല എന്നുള്ള കാര്യം അവൾ അഥവാ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നീക്കമെല്ലാം പാഴായി പോവും. ഗംഗയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രഹസ്യങ്ങളും നിന്റെ നാവിൽ നിന്ന് അവൾ അറിയരുത്. ഗംഗയുടെ മനസ്സിലുള്ള പ്രതികാരം എല്ലാം പോണമെങ്കിൽ
അവളുള്ള സത്യമല്ല മനസ്സിലാക്കണം. ദയവേത് അവളെ ജീവിക്കാൻ അനുവദിക്കും. ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാ അത് നടത്താതെ നീ അടങ്ങില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നിലുള്ള വിശ്വാസം ഇല്ലാതെയായി. ഇനിയും നിന്നെ വെറുതെ വിട്ടാ അത് ഞങ്ങളുടെ എല്ലാ നീക്കങ്ങളും ആപത്തിലാക്കും. അതുകൊണ്ട് തന്നെ നിന്നെ വീണ്ടും ബന്ധിക്കുന്നത് തന്നെയാണ് ജാനകി നല്ലത്. അയ്യോ വേണ്ട മാധവി, ദയവേത് എന്നെ വീണ്ടും ബന്ധിച്ചു വെക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെയ്ത അരുണേട്ടനെ എന്റെ മോള് ദേവസേനയെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാതാവും എനിക്ക്. ഇനി മേലിൽ ഞാൻ നിന്റെ വഴിയിൽ തടസ്സമാവില്ല. എന്നോട് ക്ഷമിക്കും മാധവി. മറ്റൊരവസരം കൂടി നിനക്ക് ഞാൻ തരുവാ. നിന്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും സംരക്ഷിക്കുന്ന ജോലി മാത്രം ഇനി ചെയ്താൽ മതി. ഗംഗയുടെ കാര്യത്തിൽ തലയിടാൻ നിൽക്കരുത്. പോ. മാധവി, നന്ദിനിക്കെതിരായി വരുണപൂജ നടത്തേണ്ടതായുണ്ടെന്ന് നാഗദേവതയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ്. നാഗദേവത ഉത്തരവ് തന്നല്ലേ? ഈ വരുണപൂജ ചെയ്തു കഴിഞ്ഞാൽ നന്ദിനിയെ നമുക്ക് കൊല്ലാനാകില്ലേ നന്ദിയ? പൂജ നടത്തിയത് കൊണ്ട് മാത്രം നന്ദിനിയെ കൊല്ലാനാകില്ല. എന്നാൽ നന്ദിനിയെ കൊല്ലാൻ ശക്തിയുക്തമായ ആയുധം നമുക്ക് കൈക്കലാകും. സത്യമാണോ ഇത്? എങ്കിൽ വരുണപൂജ ഉടനെ തന്നെ നടത്താം. പൂജയ്ക്കുള്ള നാൾ കുറിക്ക് നന്ദിയ. നാളെ നാഗപഞ്ചമിയാണ് മാധവി. എന്നുവെച്ചാൽ എന്റെ നാഗദേവത ജന്മം കൊണ്ട നാൾ. നാളെ തന്നെ ഗംഗയെ വെച്ച് വരുണപൂജ ആരംഭിക്കണം നമുക്ക്. ഇതിനേക്കാൾ ഉത്തമമായ ഒരു ദിവസമില്ലെന്ന് ഗംഗയോട് ചെന്ന് പറയാ. നാളെ തന്നെ വരുണപൂജ നടത്താനുള്ള തീയതി ലഭിച്ചത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ തന്നെ ഈ വിവരം ഗംഗയെ അറിയിക്കാം. അവൾ കൂടിയൊന്ന് തയ്യാറാവട്ടെ. ഈ നാഗപഞ്ചമി നടത്തുന്നതോടെ നന്ദിനി ഇതുവരെ കെട്ടിയാടിയ തേർവാഴ്ച അവസാനിപ്പിക്കണം നമുക്ക്. അരുണേട്ടാ പ്ലീസ് കയ്യെന്ന് വിട്. ഇന്ന് നാഗപഞ്ചമിയാ, എനിക്കൊരു പൂജയുള്ളതാ. പ്ലീസ് കയ്യെന്ന് വിട്. നിന്നെ ഞാൻ ഓരോ പൂജയും മന്ത്രമൊക്കെ ചെയ്യാൻ അനുവദിക്കുന്നതുകൊണ്ട് തന്നെയാ നീ എന്നെ വിട്ടിങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? ഇനി നിന്നെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല ഗംഗ. അയ്യോ പറയുന്ന കേക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പൂജയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത്. നന്ദിനി അവസാനിപ്പിക്കാൻ കിട്ടിയ ഈ അവസരം ഇല്ലാതാക്കരുത്. വിട പ്ലീസ് അരുണേട്ടാ. നീ എന്തു പറഞ്ഞാലും നിന്നെ ഞാനിന്ന് വിടാൻ പോകുന്നില്ല. അരുണേട്ടാ പ്ലീസ് പറഞ്ഞ കേക്ക്. വേണ്ട പ്ലീസ് അരുണേട്ടാ. വിടാനല്ലേ പറഞ്ഞ. അരുണേട്ടാ എനിക്ക് വേണ്ടി അവരവിടെ കാത്തു നിൽക്കാ. വിടായിരുന്നേട്ടാ. നിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വിട്ടാറല്ലേ അവർ നടത്തുന്ന പൂജയിൽ നിനക്കിരിക്കാൻ പറ്റൂ അല്ലേ? അവർ നടത്തുന്ന പൂജയിൽ നിനക്കിരിക്കാൻ പറ്റൂ? ഏയ് നിനക്കൊരു പൂജ നടത്താൻ പറ്റാത്ത രീതിയിലാക്കി തരാം ഞാൻ. അയ്യോ പ്ലീസ് വേണ്ട. നമ്മുടെ ലക്ഷ്യത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ അരുൺ നിന്നെ തടയുകയാണെങ്കിൽ ഈ ഔഷധ ചെടി നിനക്ക് ഉപകാരപ്പെടും. ഇതിന്റെ ഗന്ധമേറ്റാൽ കുറെ നേരത്തേക്ക് അവൻ മയക്കത്തിലാവും. പൂജയ്ക്ക് തടസ്സമുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇത് ഉപയോഗിക്കണം. നിക്ക്. എങ്ങോട്ടാ നീ ഓടുന്നത്? തൽക്കാലം നിന്നെ ഞാൻ എങ്ങോട്ടും വിടാൻ പോകുന്നില്ല ഗംഗ. വെറുതെ എന്റെ മോള് വാശി പിടിക്കണ്ട. പ്ലീസ്
മറ്റു മാർഗമില്ലാത്തോണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വന്ന്. എത്രയും പെട്ടെന്ന് നന്ദിനി ഒന്ന് ഇല്ലാതാക്കിയിട്ട് അരുണേട്ടന്റെ ആ പഴയ ഗംഗയായിട്ട് ഞാൻ ഓടിയെത്തും. ഓം നാഗദേവതേ ശരണം. 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 ഓം നാഗദേവതേ നാഗദേവതേ ശരണം. ഓം നാഗദേവതേ ശരണം. ഓം നാഗദേവതേ ശരണം. ഗംഗേ, നീയും പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്റെ മനസ്സില് നന്ദിനിയോടുള്ള പ്രതികാരാഗ്നി മാത്രമാണുള്ളത്. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ എനിക്ക് പഞ്ചാക്ഷരി ചൊല്ലാനാകില്ല. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയേ മതിയാവൂ. എന്നെ നിർബന്ധിക്കരുത്. ഗംഗേ, നന്ദിനിയെ ഉന്മൂലനം ചെയ്യുന്നതിന് തന്നെയാണ് ഈ വരുണ പൂജ നടത്തുന്നത്. നീ ഇതിൽ പൂർണ്ണ മനസ്സോടെ ധ്യാനിച്ചാൽ മാത്രമേ പൂജയ്ക്ക് സിദ്ധി ലഭിക്കൂ. അതുകൊണ്ട് മാധവി പറയുന്നത് അനുസരിക്ക്. നീയും മന്ത്രം ഉരുവിട് ഗംഗേ. ചൊല്ലു ഗംഗേ. ഓം നമ ശിവായ. ചൊല്ല്. നമ ശിവായ. ഓം നമ ശിവായ. ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. നാഗദേവതേ ശരണം. ഓം നാഗദേവതേ ശരണം. ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. ഓം നാഗദേവതേ ശരണം. നാഗനന്ദിയനും മാധവിയും അവരുടെ അടുത്ത പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്ത് നീക്കമാണ് അവരിപ്പോ നടത്താൻ പോകുന്നേ? വരുണ ഭഗവാന് പൂജ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണയും അവരെ വിജയിക്കാൻ നാം അനുവദിച്ചുകൂടാ. അമ്മ പറയുന്നത് ശരി തന്നെ. അവരുടെ നീക്കങ്ങളെല്ലാം ഒന്നൊന്നായി നമുക്ക് തടയാൻ കഴിഞ്ഞാൽ മാത്രമേ നന്ദിനി പോയിരിക്കുന്ന കാര്യത്തിൽ വിജയം വരിച്ച് തൃപ്തിയോടെ മടങ്ങാൻ കഴിയൂ. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇവരോട് പോരാടാൻ നിന്ന് അവള് വെറുതെ സമയം കളഞ്ഞോണ്ടേയിരിക്കും അമ്മേ. അല്ലമ്മേ, എന്തിനാ അവരിപ്പോ വരുണപൂജ നടത്തുന്നത്? എന്തിനാണെന്നറിയില്ല. എന്നാൽ ഗംഗ അവരോടൊപ്പം തന്നെയുണ്ട്. അവരെന്തിനാണ് പൂജ നടത്തുന്നതെന്ന് ഉടനെ തന്നെ അറിയാനാകും. എന്റെ കറുപ്പൻ അത് കാട്ടിത്തരുന്നതാണ്. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നാഗദേവതേ ശരണം. ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ഓം ശിവായ. നാഗദേവതേ ശരണം. ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. 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 ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. ഓം നാഗദേവതേ ശരണം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നാഗദേവതേ ശരണം.